പ്രൈസ് ദി ലോർഡ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 32 വരെയുള്ളതായ വേദവചനം. യോശിയാവിൻ്റെ മകനായി യഹൂദ രാജാവായ യഹോയാക്കീമിൻ്റെ 4-ാം ആണ്ടിൽ യഹോവയെങ്കിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാടാവിത്. നീ ഒരു പുസ്തക ചുരുൾ മേടിച്ച് ഞാൻ യോശിയാവിൻ്റെ കാലത്ത് നിന്നോട് സംസാരിച്ചു തുടങ്ങിയ നാൾ മുതൽ ഇന്നുവരെയും ഇസ്രായേലിനെയും യഹൂദായെയും സകല ജാതികളെയും കുറിച്ച് ഞാൻ നിന്നോട് അരുളി ചെയ്ത വചനങ്ങളൊക്കെയും അതിലെഴുതുക. പക്ഷേ യഹൂദാഗ്രഹം ഞാൻ അവർക്ക് വരുത്തുവാൻ വിചാരിക്കുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് കേട്ടിട്ട് ഓരോരുത്തൻ താൻ്റെ ദുർമാർഗം വിട്ടുതിരിവാനും ഞാൻ അവരുടെ അകൃത്യവും പാപവും ക്ഷമിപ്പാനും ഇടവരും. അങ്ങനെ യിരെമ്യാവ് നേര്യാവിൻ്റെ മകനായ ബാരൂക്കിനെ വിളിച്ചു. യഹോവ യിരെമ്യാവോട് അരുളി ചെയ്ത സകല വചനങ്ങളെയും അവൻ്റെ വാമൊഴി പ്രകാരം ബാരൂക്ക് ഒരു പുസ്തക ചുരുളിൽ എഴുതി. യിരെമ്യാവ് ബാരൂക്കിനോട് കൽപ്പിച്ചത്, ഞാൻ അടയ്ക്കപ്പെട്ടിരിക്കുന്നു, എനിക്ക് യഹോവയുടെ ആലയത്തിൽ പോകുവാൻ കഴിവില്ല. ആകയാൽ നീ ചെന്നെൻ്റെ വാമൊഴി കേട്ടെഴുതിയ ചുരുളിൽ നിന്ന് യഹോവയുടെ വചനങ്ങളെ യഹോവയുടെ ആലയത്തിൽ ഉപവാസ ദിവസത്തിൽ തന്നെ ജനം കേൾക്കെ വായിക്കാം. അതത് പട്ടണങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ യഹൂദയും കേൾക്കെ നീ അത് വായിക്കണം. പക്ഷേ അവർ യഹോവയുടെ മുമ്പിൽ വീണ് അപേക്ഷിച്ചുകൊണ്ട് ഓരോരുത്തൻ താൻ്റെ ദുർമാർഗം വിട്ടുതിരിയും. യഹോവ ഈ ജനത്തിന് വിധിച്ചിരിക്കുന്ന കോപവും ക്രോധവും വലിയതല്ലോ. യിരെമ്യാ പ്രവാചകൻ തന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും നേര്യാവിൻ്റെ മകനായ ബാരൂക്ക് ചെയ്തു. യഹോവയുടെ ആലയത്തിൽ ആ പുസ്തകത്തിൽ നിന്ന് യഹോവയുടെ വചനങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. യോശിയാവിൻ്റെ മകനായ യഹൂദ രാജാവായ യഹോയാക്കീമിൻ്റെ 5-ാം ആണ്ടിൽ 9-ാം മാസത്തിൽ അവർ യെരൂശലേമിലെ സകല ജനത്തിനും യഹൂദാ പട്ടണങ്ങളിൽ നിന്ന് യെരൂശലേമിൽ വന്ന സകല ജനത്തിനും യഹോവയുടെ മുമ്പാകെ ഒരു ഉപവാസം പ്രസിദ്ധമാക്കി. അപ്പോൾ ബാരൂക്ക് യഹോവയുടെ ആലയത്തിൻ്റെ പുതിയ വാതിലിൻ്റെ പ്രവേശനത്തിങ്കൽ മേലറ്റത്തെ മുറ്റത്ത് ശാഫാൻ്റെ മകനായ ഗമര്യാരായസക്കാരൻ്റെ മുറിയിൽ വെച്ച് ആ പുസ്തകത്തിൽ നിന്ന് യിരെമ്യാവിൻ്റെ വചനങ്ങളെ സകല ജനത്തെയും വായിച്ചു കേൾപ്പിച്ചു. ശാഫാൻ്റെ മകനായ ഗമര്യാവിൻ്റെ മകൻ മിഖായാവ് യഹോവയുടെ വചനങ്ങളൊക്കെയും പുസ്തകത്തിൽ നിന്ന് വായിച്ചു കേട്ടപ്പോൾ അവന് രാജഗൃഹത്തിലെ രായസക്കാരൻ്റെ മുറിയിൽ ചെന്ന് അവിടെ സകല പ്രഭുക്കന്മാരും ഇരുന്നിരുന്നു. രായസക്കാരൻ എലീശാമയും ശെമയാവിൻ്റെ മകൻ ദലായാവും അക്ബോരിൻ്റെ മകൻ എൽനാഥാനും ശാഫാൻ്റെ മകൻ ഗമര്യാവും ഹനന്യാവിൻ്റെ മകൻ സിദേക്കിയാവും ശേഷം പ്രഭുക്കന്മാരും തന്നെ ബാരൂക്ക് ജനത്തെ പുസ്തകം വായിച്ചു കേൾപ്പിച്ചപ്പോൾ താൻ കേട്ടിരുന്ന വചനങ്ങളൊക്കെയും മീഖായാവ് അവരോട് പ്രസ്താവിച്ചു. അപ്പോൾ സകല പ്രഭുക്കന്മാരും കൂശിയുടെ മകനായ ശെലെമ്യാവിൻ്റെ മകനായ നഥന്യാവിൻ്റെ മകൻ യഹൂദിയെ ബാരൂക്കിൻ്റെ അടുക്കൽ അയച്ചു. നീ ജനത്തെ വായിച്ചു കേൾപ്പിച്ച പുസ്തക ചുരുൾ എടുത്തുകൊണ്ടുവരിക എന്ന് പറയിച്ചു. അങ്ങനെ നേര്യാവിൻ്റെ മകൻ ബാരൂക്ക് പുസ്തക ചുരുൾ എടുത്തുകൊണ്ട് അവരുടെ അടുക്കൽ വന്നു. അവർ അവനോട്, ഇവിടെ ഇരുന്ന് അത് വായിച്ചു കേൾപ്പിക്കാം എന്നു പറഞ്ഞു. ബാരൂക്ക് വായിച്ചു കേൾപ്പിച്ചു. ആ വചനങ്ങളൊക്കെയും കേട്ടപ്പോൾ അവർ ഭയപ്പെട്ടു തമ്മിൽ നോക്കി. ബാരൂക്കിനോട്, ഈ വചനങ്ങളൊക്കെയും ഞങ്ങൾ രാജാവിനെ അറിയിക്കുമെന്ന് പറഞ്ഞു. നീ ഈ വചനങ്ങളൊക്കെയും എങ്ങനെയാകുന്നു എഴുതിയത്? അവൻ പറഞ്ഞു തന്നിട്ടോ? ഞങ്ങളോട് പറക എന്നവൻ ബാരൂക്കിനോട് ചോദിച്ചു. ബാരൂക്ക് അവനോട്, അവൻ ഈ വചനങ്ങളൊക്കെയും പറഞ്ഞു തന്നു, ഞാൻ മഷുകൊണ്ട് പുസ്തകത്തിൽ എഴുതി എന്നുത്തരം പറഞ്ഞു. അപ്പോൾ പ്രഭുക്കന്മാർ ബാരൂക്കിനോട് പോയി, നീയും യിരെമ്യാവും കൂടെ ഒളിച്ചുകൊള്ളുവീൻ, നിങ്ങൾ ഇന്നയിടത്ത് ഇരിക്കുന്നുവെന്ന് ആരും അറിയരുത് എന്ന് പറഞ്ഞു. അനന്തരം അവർ പുസ്തക ചുരുളി രായസക്കാരനായ എലീശാമയുടെ മുറിയിൽ വെച്ചേച്ച് അരമനയിൽ യഹൂദ രാജയുടെ അടുക്കൽ ചെന്ന് ആ വചനങ്ങളൊക്കെയും രാജാവിന് ബോധിപ്പിച്ചു. രാജാവ് ചുരുളെടുത്തുകൊണ്ട് വരുവാൻ യഹൂദിയെ അയച്ചു. അവൻ രായസക്കാരനായ എലീശാമയുടെ മുറിയിൽ നിന്ന് അത് എടുത്തുകൊണ്ടുവന്നു. യഹൂദി അത് രാജാവിനെയും രാജാവിൻ്റെ ചുറ്റും നിൽക്കുന്ന സകല പ്രഭുക്കന്മാരെയും വായിച്ചു കേൾപ്പിച്ചു. അന്ന് 9-ാം മാസത്തിലെ രാജാവ് ഹേമന്തഗൃഹത്തിലിരിക്കുകയായിരുന്നു. അവൻ്റെ മുമ്പാകെ നെരിപ്പോട്ടിൽ തീ കത്തിക്കൊണ്ടിരുന്നു. യഹൂദി 3-4 ഭാഗം വായിച്ച ശേഷം രാജാവ് എഴുത്തുകാരൻ്റെ ഒരു കത്തി കൊണ്ട് അത് കണ്ടിച്ചു. ചുരുൾ മുഴുവനും നെരിപ്പോട്ടിലെ തീയിൽ വെന്തുപോകും വരെ നെരിപ്പോട്ടിൽ ഇട്ടുകൊണ്ടിരുന്നു. രാജാവാകട്ടെ ആ വചനങ്ങളൊക്കെയും കേട്ട ഭൃത്യന്മാരിൽ ആരെങ്കിലും ആകട്ടെ ഭയപ്പെടുകയോ വസ്ത്രം കീറുകയോ ചെയ്തില്ല. ചുരുൾ ചുട്ടുകളയരുതേ എന്ന് എൽനാഥാനും ദലായാവും ശമരിയാവും രാജാവിനോട് അപേക്ഷിച്ചു. എങ്കിലും അവൻ അവരുടെ അപേക്ഷ കേട്ടില്ല. അനന്തരം ബാരൂക്ക് എന്ന എഴുത്തുകാരനെയും യിരെമ്യാ പ്രവാചകനെയും പിടിപ്പാൻ രാജാവ്
രാജകുമാരനായ ഹെരഹ്മയേലിനോടും അസ്രിയേലിൻ്റെ മകനായ സെരായാവോടും അബ്ദേലിൻ്റെ മകനായ ശെലെമ്യാവോടും കൽപ്പിച്ചു. എന്നാൽ യഹോവ അവരെ ഒളിപ്പിച്ചു. ചുരുളും ബാരൂക്ക് യിരെമ്യാവിൻ്റെ വാമൊഴി പ്രകാരം എഴുതിയിരുന്ന വചനങ്ങളും രാജാവ് ചുട്ടുകളഞ്ഞ ശേഷം യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിനുണ്ടായതെന്നാൽ, നീ മറ്റൊരു ചുരുൾ മേടിച്ച് യഹൂദ രാജാവായ യെഹോയാക്കീം ചുട്ടുകളഞ്ഞ മുമ്പിലത്തെ ചുരുളിൽ ഉണ്ടായിരുന്ന വചനങ്ങളൊക്കെയും അതിൽ എഴുതുക. എന്നാൽ യഹൂദ രാജാവായ യെഹോയാക്കീമിനോട് നീ പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേൽ രാജാവ് വന്ന് ഈ ദേശത്തെ നശിപ്പിച്ച് മനുഷ്യനെയും മൃഗത്തെയും കളയും എന്ന് നീ അതിൽ എഴുതിയത് എന്തിന് എന്ന് പറഞ്ഞു. നീ ആ ചുരുൾ ചുട്ടുകളഞ്ഞുവല്ലോ. അതുകൊണ്ട് യഹൂദ രാജാവായ യെഹോയാക്കീമിനെ കുറിച്ച് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഒരുത്തനും ഉണ്ടാകുകയില്ല. അവൻ്റെ ശവം പകൽ വെയിലും രാത്രിയിൽ മഞ്ഞുമേൽപ്പാൻ എറിഞ്ഞുകളയും. ഞാൻ അവനെയും അവൻ്റെ സന്തതിയെയും ഭൃത്യന്മാരെയും അവരുടെ അകൃത്യം നിമിത്തം സന്ദർശിക്കും. അവർക്കും യെരൂശലേം നിവാസികൾക്കും യഹൂദാ പുരുഷന്മാർക്കും വരുത്തുമെന്ന് ഞാൻ വിധിച്ചതും അവർ ശ്രദ്ധിക്കാത്തതുമായ അനർത്ഥമൊക്കെയും ഞാൻ അവർക്ക് വരുത്തും. അങ്ങനെ യിരെമ്യാവ് മറ്റൊരു ചുരുൾ എടുത്ത് നേരിയാവിൻ്റെ മകൻ ബാരൂക്ക് എന്ന എഴുത്തുകാരൻ്റെ കയ്യിൽ കൊടുത്തു. അവൻ യഹൂദ രാജാവായ യെഹോയാക്കീം തീയിലിട്ട് ചുട്ടുകളഞ്ഞ പുസ്തകത്തിലെ വചനങ്ങളൊക്കെയും യിരെമ്യാവിൻ്റെ വാമൊഴി പ്രകാരം